ഒരു കുടുംബത്തിന്റെ അത്താണിയ ആശ്രയമായ ഒരു സർക്കാർ ജീവനക്കാരന് യു.പി. സ്കൂളിലെ പ്യൂണിനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായത്. സി.കെ. വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയൻ, ഈ BLO എന്ന ജോലി, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. BLO എന്ന ജോലി താഴെത്തട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അവിടെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാറുണ്ടോ? രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ? എങ്ങനെയാണ് BLOയുടെ ജോലി പൂർത്തീകരിക്കുക? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇത് വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമായാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഇന്നത്തെ ഒരു ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിലെ SIRന്റെ ഭാഗമായി ഫോം വിതരണം ചെയ്ത് പൂർത്തിയാക്കേണ്ട ദിവസമാണ് ഇന്ന്. അത് ടാർഗറ്റ് ചെയ്ത ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്വാഭാവികമായും അനീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ വരെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം 60% ഫോം വിതരണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അതാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 100%ത്തിലേക്ക് എത്തിക്കണം എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായും അനീഷിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത ഒരു ജോലിയാണ്. സമ്മർദ്ദത്തിനുള്ള കാരണം ഒന്ന് അതാവാം. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം BLOമാരുടെ പ്രവർത്തനം വളരെ സൂക്ഷ്മമായി നടക്കുകയും അത് അതീവ പ്രാധാന്യമുള്ള ഒന്നായി മാറുകയും ചെയ്തൊരു കാലമാണ് ഇത്. പ്രത്യേകിച്ച് വോട്ട് ചോരിയുടെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനാധിപത്യ സമ്പ്രദായത്തിൽ ഈ വോട്ട് ഉണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം, ഈ കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാം ചേർന്ന് വരുന്നത് ഈ BLOയിലേക്കാണ് ഏറ്റവും അവസാനത്തെ കേന്ദ്രം എന്ന നിലയിൽ. അതായത് ഒരു BLOയെ സംബന്ധിച്ചിടത്തോളം 1400 വോട്ട് വരെ ഇത്തരത്തിൽ ഫിസിക്കലി വെരിഫൈ ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. ഈ വീടുകളിലൊക്കെ ഫോം കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. ആ ഫോം അവിടെ കിട്ടി എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ പണിയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. സ്വാഭാവികമായും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി രണ്ടാമത്, ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ വോട്ട് ചേർക്കുന്നതിൻ്റെ ആധികാരികമായ രേഖയായി ഇത്തരത്തിൽ BLO ശേഖരിച്ച് അപ്ലോഡ് ചെയ്യുന്ന രേഖ മാറാൻ വേണ്ടി പോവുകയാണ് ഭാവിയിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ അബദ്ധം പറ്റിപ്പോയാൽ വോട്ട് ഇല്ലാതാക്കി പോകുമോ എന്നൊരാശങ്ക വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം തന്നെ കേരളത്തിലുണ്ട്. അതും മറ്റൊരു സമ്മർദ്ദത്തിനുള്ള കാരണമാണ്. 2002 വോട്ടർ പട്ടികയിൽ അംഗമാവുക, അല്ലെങ്കിൽ അതിൽ രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന നടപടിയാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നടക്കുന്നത് എങ്കിൽ കൂടിയും ഈ രണ്ട് കാര്യങ്ങൾ ഇല്ല എങ്കിൽ വോട്ട് ഉണ്ടാകില്ല എന്നൊരു തോന്നൽ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് BLOയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ നിന്നും കൂടുതലായ ഉത്തരവാദിത്തം അവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇനി അനീഷിൻ്റെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ അല്പസമയം മുമ്പ് അനീഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരാളോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഈ അനീഷ് എന്നും ഈ കോൺഗ്രസ് പ്രവർത്തകനായ സുഹൃത്തിൻ്റെ കൂടെയാണ് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിൽ, അതായത് അനീഷിൻ്റെ BLO പ്രവർത്തനത്തിൻ്റെ അകത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ സംശയമുണ്ട്. പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സംശയമുണ്ട് എന്നൊരു കാര്യമാണ് ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അനീഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ തൊഴിൽപരമായ സമ്മർദ്ദമുണ്ട്. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതായിരിക്കാം മരണകാരണം. എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ഫോണിൽ സംസാരിച്ചതും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളിൽ നിന്നാണ് നമ്മൾക്ക് കുറച്ചുകൂടി ആധികാരികമായ വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു സമ്മർദ്ദമൊന്നും താങ്ങി ജോലി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു മാനസികാവസ്ഥയുള്ള ഒരാളല്ല അനീഷ് എന്നും അവർ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു UP സ്കൂളിലെ ഓഫീസ് അസിസ്റ്റൻ്റാണ്, അതായത് പ്യൂണാണ്. അതുകൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് ഈ ജോലി ചെയ്യാൻ തീരെ അതായത് ജോലി ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അല്ലെ പൂർണ്ണ തൃപ്തിയോടുകൂടിയോ അല്ലെങ്കിൽ അങ്ങനെയല്ല അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് അയാളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ശരി, സി.കെ. വിജയൻ വിശദമായി അതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച്, പശ്ചാത്തലത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത്.